Hi all, welcome to Competitive Cracker. അപ്പോൾ K4 സംസ്കൃതത്തിന് കേട്ടതിന്റെ റിസൾട്ട് വന്നു. K4 സംസ്കൃതം പരീക്ഷ എഴുതിയവരൊക്കെ റിസൾട്ട് വന്നു. ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവായിരിക്കും അല്ലേ? അതുപോലെ തന്നെ പുതുതായിട്ട് ആദ്യമായി എക്സാം എഴുതുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ അടുത്ത എക്സാമിന് വേണ്ടി, അതായത് നമുക്ക് മെയ് ജൂൺ സമയത്തായിട്ട് എക്സാം വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്കിനി അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ടൈമായി. നമുക്കപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതായത് എക്സാമിന് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്ക് സിലബസ് കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് അനുസരിച്ച് തന്നെ കൃത്യമായ ഏരിയയിൽ നിന്ന് തന്നെ അത്രയും ക്വസ്റ്റ്യൻസ് വരുമോ എന്നൊക്കെ നമുക്ക് അറിയാനുണ്ടല്ലേ. അപ്പോൾ അതിനാദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പം നമുക്കിന്ന് കുറച്ച് PYQs കേട്ടിട്ട് സംസ്കൃതം കാറ്റഗറി 4ന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏത് രീതിയിൽ നമുക്ക് പഠിക്കണം, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മളൊരു പ്രീവിയസ് ഇയർ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. സമ്പ്രദാനേ കാ വിഭക്തി. സമ്പ്രദാന കാരകത്തിൽ ഏത് വിഭക്തിയാണ് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ഇവിടെ ദ്വിതീയ, ബി തൃതീയ, സി ചതുർത്ഥി, ഓപ്ഷൻ ഡി പഞ്ചമി. ഇങ്ങനെ 4 ഓപ്ഷൻസാ തന്നേക്കുന്നത്. സമ്പ്രദാന കാരകം എന്ന് പറയുന്നത് ഏത് വിഭക്തിയാണ്? ചതുർത്ഥി വിഭക്തിയാണ്. സമ്പ്രദാനേ ചതുർത്ഥി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപാദാനേ പഞ്ചമി, സപ്തമ്യധികരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ സമ്പ്രദാന വിഭക്തി കാരകം എന്ന് പറയുന്നത് ചതുർത്ഥി വിഭക്തിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സമ്പ്രദാനേ കാ വിഭക്തി എന്നാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത്. ഓപ്ഷൻ സി ചതുർത്ഥിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്ക. ഗീതാ ഗോവിന്ദം നാമകം പ്രശസ്തം കാവ്യം കഹ വിരചിതവാൻ. ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കാവ്യം ആരാണ് രചിച്ചത്? ഓപ്ഷൻസ് നോക്ക. ഭോജരാജ, ജയദേവ, മയൂരകവി, ലീലാശുഗ. ആരാണ് ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കാവ്യം രചിച്ചത്? ആരാണ്? ജയദേവന്റെ കാവ്യമാണ് അല്ലെ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ജയദേവനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്ക്. ബഹുജനഹിതായ ബഹുജന സുഖായ ഇത് ധ്യേയവാക്യം കസ്യാഹ സംസ്ഥായാഹ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥയുടെ ധ്യേയവാക്യം ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ മുമ്പുള്ള ക്വസ്റ്റ്യൻസും വിഭക്തി കാരകം, ഏതെങ്കിലും ഒരു കാരകത്തിന്റെ വിഭക്തി ഏതാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ വിഭക്തി തന്നിട്ട് ഇവിടെ ഏത് കാരകമാണെന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം, 1-2 ചോദ്യങ്ങൾ ഉണ്ടാവും. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗീതാ ഗോവിന്ദം പോലെയുള്ള കൃതികളുടെ ഓതേഴ്സിനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ധ്യേയവാക്യവും ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ടാവും. ബഹുജനഹിതായ ബഹുജന സുഖായ ഇതി ധ്യേയവാക്യം കസ്യാഹ സംസ്ഥായാഹ എന്ന് ചോദിച്ചേക്കുന്നത്. ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന് പറയുന്നത് ഏത് സംസ്ഥയുടെ ധ്യേയവാക്യമാണ്? ഏത് സംസ്ഥയുടെയാണ്? ദൂരവാണി സംസ്ഥായാഹ, ആകാശവാണ്യാഹ, സംസ്കൃത സർവകലാശാലായാഹ, LIC സംസ്ഥായാഹ. ഇതിൽ ഏതാണ് ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന് പറയുന്ന ധ്യേയവാക്യം വരുന്നത്? ആകാശവാണിയുടെ ധ്യേയവാക്യമാണ് ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന് പറയുന്ന. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ജിതോസ്മി മന്ദ കന്ദർപ്പ മച്ചിത്തേസ്തി ത്രിലോചനഃ എന്നുള്ള അത്ര കഹ അലങ്കാരഃ. ഇവിടെ ഏത് അലങ്കാരാണ്? അല്ലയോ കാമദേവ, ഞാൻ നിന്നെ ജയിച്ചിരിക്കുന്നു, കാരണം എൻ്റെ ചിത്തത്തിൽ ത്രിലോചനൻ വസിക്കുന്നുണ്ട് എന്നുള്ള അലങ്കാരം, ഉദാഹരണം വരുന്നത് ഏത് അലങ്കാരത്തിലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഇവിടെ ഓപ്ഷൻസ് തന്നേക്കുന്നത്? അനുപ്രാസം, കാവ്യലിംഗം, ദീപകം, ഉല്ലേഖം. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തേക്കാണ് അല്ലെ. ഒരു കാര്യം പറഞ്ഞിട്ട്, അല്ലയോ കാമദേവ, ഞാൻ നിന്നെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാണ്. കാരണം എൻ്റെ ചിത്തത്തിൽ ത്രിലോചനൻ വസിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ഏത് അലങ്കാരമാണ്? കാവ്യലിംഗ അലങ്കാരത്തിലാണ് ഇത്തരത്തിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ വരുന്നത്. ഇവിടെ ഓപ്ഷൻസിൽ അനുപ്രാസം, കാവ്യലിംഗം, ദീപകം, ഉല്ലേഖം ഈ 4 തന്നേക്കുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി കാവ്യലിംഗമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം.
യോഗസ്യ അഷ്ടാംഗേഷു അന്യതമഃ കഹ. യോഗത്തിന്റെ അഷ്ടാംഗങ്ങളിൽ അന്തിമമായിട്ടുള്ളത് ഏതാണ്? അന്തിമമായിട്ടുള്ള അഷ്ടാംഗം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ടെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആദ്യം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അന്തിമം ചോദിക്കാറുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏത്, അഷ്ടാംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. യമം, പ്രത്യാഹാരം, ധ്യാനം, സമാധി, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. ഏതാണ്? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഏതാണ് അവസാനത്തെ അഷ്ടാംഗം എന്ന് പറയുന്നത്? യോഗാംഗങ്ങളിൽ ഏതാണ് അവസാനത്തേത്? ഇവിടെ യമമുണ്ട്, പ്രത്യാഹാരമുണ്ട്, ധ്യാനമുണ്ട്, സമാധിയുണ്ട്. ഓപ്ഷൻ ഡി സമാധിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. അതുപോലെ തന്നെ അലങ്കാരത്തിൽ നിന്ന് 4ഓ 5ഓ ചോദ്യങ്ങൾ ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഉദാഹരണം തന്നിട്ടോ അല്ലെങ്കിൽ ലക്ഷണം തന്നിട്ടോ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഇനി വരുന്നത് സുപ്തിങ്ങന്തം കിം ഭവതി. സുപ്തിങ്ങന്തം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അല്ലെ, സുപ്തിങ്ങന്തം പദം. ഓപ്ഷൻസിൽ സവർണമുണ്ട്, അവ്യയമുണ്ട്, പദമുണ്ട്, കാരകമുണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി പദമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക. ഇതി ഉക്ത്വാ ഇത്യുക്ത്വാ അത്ര സന്ധിഹി കഹ. നോക്ക്, ഇവിടെ ഓപ്ഷൻസിൽ ഗുണസന്ധി ഉണ്ട്, വൃദ്ധിസന്ധി ഉണ്ട്, സവർണ ദീർഘസന്ധി ഉണ്ട്, യണസന്ധി ഉണ്ട്. ഇതിൽ ഇതി പ്ലസ് ഉക്ത്വാ ഇത്യുക്ത്വാ എന്ന് പറയുന്നിടത്ത് ഏത് സന്ധിയാണ് വരുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക്. ഇതി പ്ലസ് ഉക്ത്വാ എന്നാണ് വന്നേക്കുന്നത് അല്ലേ. ഇ ത ഇ പ്ലസ് ഉ ത്വ. ഇവിടെ ഇകാരവും ഉകാരവും കൂടിയാണല്ലേ ചേരുന്നത്. നമുക്കറിയാം ഇ ഉ ഋ ഋ ഈ 4 അക്ഷരങ്ങൾക്ക് പരമായിട്ട് ഏതെങ്കിലും ഒരു അസവർണ സ്വരം വന്നു കഴിഞ്ഞാൽ ഈ എന്താകും? ഈ യു ആകും, ഉ എന്ന് പറയുന്നത് വ് ആകും, ഋ ര് ആകും, ല് എന്നുള്ളത് ല് ആകും എന്ന് നമ്മൾ ഇക്കോ എണജി എന്ന് പറയുന്ന സൂത്രം ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സന്ധി വെച്ചിട്ട്? യണസന്ധി വെച്ചിട്ട്. അതാണോ ഇവിടെ വന്നേ നോക്കാം നമുക്ക്. ഇതി പ്ലസ് ഉക്ത്വ എന്ന് പറയുന്നത് ഇത്യുക്ത്വ ആയി എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. ഇത് യണസന്ധി വെച്ചിട്ട് ഇക്കോ എണജി വെച്ചിട്ടാണെങ്കിൽ എന്താവും? ഈ ത ഈ ഉയുടെ ചേരുന്ന സമയത്ത് ഇകാരത്തിന് പരമായിട്ട് ഒരു അസവർണ സ്വരം വന്നേക്കാം. അപ്പൊ ഈ യു ആകും എന്നാ പറഞ്ഞത്. യു ഉ ത്വ ഇത്യുക്ത്വ എന്ന് തന്നെ വരും അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇതി പ്ലസ് ഉക്ത്വ എന്ന് പറയുന്നത് ഇത്യുക്ത്വ ആവുന്നത് ഏത് സന്ധി വെച്ചിട്ടാണ്? നമ്മളിപ്പോ ഏത് സന്ധിയാണ് പറഞ്ഞത്? യണസന്ധിയാണ്. ഇക്കോ എണജി വെച്ചിട്ടാണ് ഇതി പ്ലസ് ഉക്ത്വ എന്ന് പറയുന്ന സൂത്രം അല്ലെങ്കിൽ 2 വാക്കുകൾ ചേരുമ്പോൾ അവിടെ ഇത്യുക്ത്വ എന്ന് പറയുന്ന വാക്കായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ എന്തൊക്കെ തന്നേക്കുന്നത്? ഗുണസന്ധി, വൃദ്ധിസന്ധി, സവർണ ദീർഘസന്ധി, യണസന്ധി. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി യണസന്ധിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹോരാശാസ്ത്രം കേന സംബന്ധം. ഹോരാശാസ്ത്രം ഇതിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജ്യോതിഷശാസ്ത്രേണ, വാസ്തുശാസ്ത്രേണ, ഗണിതശാസ്ത്രേണ, വ്യാകരണ ശാസ്ത്രേണ. ഏത് ശാസ്ത്രമായിട്ടാ? നമുക്കറിയാലേ, ജ്യോതിഷശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോരാശാസ്ത്രം എന്ന് പറയുന്നത്, ബാക്കിയൊന്നുമല്ല. അടുത്ത നോക്കാം. മേഘസന്ദേശം ഇതി സന്ദേശകാവ്യം കസ്മിൻ വൃത്തേ വിരചിതം. ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിലബസിൽ 10 വൃത്തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വൃത്തങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അലങ്കാരമാണെങ്കിലും വൃത്തമാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 വൃത്തങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ ആ 10 വൃത്തത്തിൽ നമ്മുടെ മേഘദൂതത്തിന്റെ വൃത്തം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില കാവ്യങ്ങളുടെ വൃത്തം ഏതാന്നും കൂടി, പ്രത്യേകിച്ച് മേഘദൂതാണ് ചോദിക്കാറ് എങ്കിലും കാവ്യങ്ങളുടെ വൃത്തങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ചോദിച്ചേക്കുന്നത് മേഘസന്ദേശം എന്ന് പറയുന്ന സന്ദേശകാവ്യം ഏത് വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്? നമുക്കൊക്കെ അറിയാവുന്നതാണ്, മന്ദാക്രാന്ത വൃത്തത്തിലാണ് കാളിദാസൻ മേഘദൂതം എന്ന് പറയുന്ന കാവ്യം എഴുതിയിട്ടുള്ളത് അല്ലെ. മന്ദാക്രാന്ത ജലധി ഷടകയും ഭൗനദൗ താദ്ഗുരുശ്രീ. 17 അക്ഷരങ്ങളോട് കൂടി മഗണ, ഭഗണ, നഗണ, 2 തഗണങ്ങള്, അതുപോലെ തന്നെ 2 ഗുരു, ഇങ്ങനെ 17 അക്ഷരങ്ങളോട് കൂടിയതാണ് മന്ദാക്രാന്ത എന്ന് പറയുന്ന വൃത്തം എന്ന് നമുക്കറിയാം.
ഇവിടെ ഓപ്ഷൻസിൽ സ്രഗ്ധര, ശാർദൂല വിക്രീഡിതം, മന്ദാക്രാന്ത, വസന്ത തിലകം ഈ 4 ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞു മേഘദൂതത്തില് മന്ദാക്രാന്ത വൃത്താണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മേഘസന്ദേശം ഇതി സന്ദേശകാവ്യം കസ്മിൻ വൃത്തേ വിരചിതം. ഏത് വൃത്തത്തിലാണ്? മന്ദാക്രാന്ത വൃത്തേ വിരചിതം. അടുത്ത നോക്ക്, അധോദത്തേഷു ശബ്ദാലങ്കാരഃ കഃ. അലങ്കാരങ്ങൾ തന്നെ ഇതും റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഇതും അതായത് ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 45-50 ക്വസ്റ്റ്യൻസോളം സെയിം പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ശരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശബ്ദാലങ്കാരം ഏതാണ്, അർത്ഥാലങ്കാരം ഏതാണ്, ഈ ഒരു കാര്യം ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇവിടെ ഓപ്ഷൻസിൽ ദീപകം, പ്രദീപം, യമകം, കാവ്യലിംഗം തന്നേക്കുന്നത്. ദീപകം നമുക്കറിയാം അർത്ഥാലങ്കാരാണ്, പ്രദീപവും അർത്ഥാലങ്കാരാണ്. ദീപകം നമ്മുടെ സിലബസിലേ ഇല്ലാത്തതാണ്, പ്രദീപവും ഇല്ലാത്തതാണ്. സോറി, ദീപകം സിലബസിൽ ഉള്ളതാണ്, പ്രദീപം സിലബസിലേ ഇല്ലാത്തതാണ്. പിന്നെ യമകവും കാവ്യലിംഗവും. കാവ്യലിംഗവും അർത്ഥാലങ്കാരാണ്. യമകമാണ് നമുക്ക് ശബ്ദാലങ്കാരത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന അലങ്കാരം. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ്, യമകമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഗുരവേ ഇത്യസ്യ വിഭക്തി ക. ദ്വിതീയാണോ, തൃതീയാണോ, ചതുർത്ഥിയാണോ, പഞ്ചമിയാണോ ഗുരവേ എന്ന് പറയുന്ന വിഭക്തി, പദത്തിന്റെ വിഭക്തി ആയിട്ട് വരുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഏതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് അവിടെ ഏത് വിഭക്തിയാണെന്നുള്ളത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് അന്തലിംഗ വിഭക്തി വചനാഹ എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളിന്റെ ഒരു പാർട്ട് ഉണ്ട്. ആ ഒരു പാർട്ട് ബേസ് ചെയ്തിട്ട് അകാരാന്ത ശബ്ദങ്ങളും ആകാരാന്ത ശബ്ദവും ഇകാരാന്ത, ഈകാരാന്ത, ഉകാരാന്ത, ഋകാരാന്ത, അതുപോലെ തന്നെ തകാരാന്തം, മകാരാന്തം, പിന്നെ അസ്മത്, യുഷ്മത്, പിന്നെ ലകാരങ്ങളെല്ലാം ധാതു, വചന, അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ, ലകാരങ്ങളുടെ രൂപങ്ങളൊക്കെ നമുക്ക് വേറൊരു പാർട്ടായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഗുരവേ എന്ന് പറയുന്ന പദം ദ്വിതീയാണോ? അല്ല. ഗുരും, ഗുരു, ഗുരൂൻ അല്ല. ഗുരുണ അല്ല. തൃതീയ അല്ല. ചതുർത്ഥി എന്താണ്? ഗുരവേ ഗുരുഭ്യാം ഗുരുഭ്യഃ. പഞ്ചമിയോ? ഗുരോഹോ ഗുരുഭ്യാം ഗുരുഭ്യഃ. ഇവിടെ ദ്വിതീയ അല്ല, തൃതീയ അല്ല, പഞ്ചമി അല്ല, ചതുർത്ഥിയിലാണ് ഗുരവേ ഗുരുഭ്യാം ഗുരുഭ്യഃ. ഗുരവേ എന്ന് പറയുന്നത് ചതുർത്ഥി ഏകവചന രൂപമാണ്. അപ്പൊ ഗുരവേ ഇത്യസ്യ വിഭക്തി ക ഏതാണ്? ചതുർത്ഥി വിഭക്തിയാണ് അവിടെ വരുന്നത്. അടുത്ത ചോദ്യം നോക്ക്, അന്യപദാർത്ഥ പ്രധാനഃ സമാസഃ കഃ. ഈ സമാസം അതായത് അവ്യയീഭാവമാണെങ്കിലും കേവല സമാസമാണെങ്കിലും ബഹുബ്രീഹി ആണെങ്കിലും തത്പുരുഷനാണെങ്കിലും ദ്വന്ദ്വ ആണെങ്കിലും നമുക്ക് ഇതിന്റെ ഭേദങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന്, അതായത് ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ലക്ഷണം ഏതാണ്, അന്യപദാർത്ഥ പ്രധാനം ഏതാണ്, ഉഭയപദാർത്ഥ പ്രധാനം ഏതാണ്, ഉത്തരപദാർത്ഥ പ്രധാനം ഏതാണ്, പൂർവ്വപദ പ്രധാനം ഏതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ്. ഇവിടെ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ചോദിച്ചേക്കുന്ന നോക്ക്, അന്യപദാർത്ഥ പ്രധാനം ഏതാണ് എന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസിൽ തത്പുരുഷൻ, ബഹുവ്രീഹി, അവ്യയീഭാവം, ദ്വന്ദ്വം. ഏതാണ് അന്യപദാർത്ഥ പ്രധാനം എന്ന് പറയുന്നത്? ബഹുവ്രീഹി സമാസമാണ് അന്യപദാർത്ഥ പ്രധാനമായിട്ടുള്ള സമാസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വൈശേഷിക ദർശനസ്യ ആചാര്യഃ കഃ. വൈശേഷിക ദർശനത്തിന്റെ ആചാര്യൻ ആരാണ്? ഗൗതമനാണോ, കണാദനാണോ, ജൈമിനിയാണോ, കപിലനാണോ എന്നാ ചോദിച്ചേക്കുന്നത്. ഗൗതമനെ നമുക്കറിയാം ന്യായ ദർശനത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെങ്കിൽ ആചാര്യനാണ്. ജൈമിനി മീമാംസാ ദർശനത്തിന്റെ ആചാര്യനാണ്. കപിലൻ സാഖ്യ ദർശനത്തിന്റെ ആചാര്യനാണ്. കണാദനോ വൈശേഷിക ദർശനത്തിന്റെ ആചാര്യനാണ് കണാദൻ എന്ന് പറയുന്നത്. അപ്പോ വൈശേഷിക ദർശനസ്യ ആചാര്യഃ കഃ, ഓപ്ഷൻ ബി കണാദനാണ്. ഈ ഒരു പാർട്ടും ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ദർശനവും അതിന്റെ ആചാര്യനും പ്രമാണ സംഖ്യയും അതുപോലെ പ്രധാനപ്പെട്ട ടെക്സ്റ്റും നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 3 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു ഏരിയ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യനും ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വേദാംഗങ്ങളിൽ നിന്നും നമുക്കറിയാം വേദപുരുഷന്റെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് ഈ വേദാംഗങ്ങളെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ശിക്ഷ ഘ്രാണമായിട്ട്, അതുപോലെ തന്നെ കൽപ്പം ഹസ്തമായിട്ടും, മുഖം വ്യാകരണം മുഖമായിട്ടും ഒക്കെ പറയാറുണ്ടെന്ന് നമുക്കറിയാം. ഈ 6 വേദാംഗങ്ങളില് വേദപുരുഷന്റെ ഹസ്തമായിട്ട് പറയുന്നത് ഏത് വേദാംഗത്തെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശിക്ഷയാണോ, കൽപ്പമാണോ, നിരുക്തമാണോ, ഛന്ദസ്സാണോ? നോക്കാം നമുക്ക്. ഈ ശിക്ഷ എന്ന് പറയുന്നത് വേദപുരുഷന്റെ ഘ്രാണമായിട്ടാണ് പറയുന്നത്.
നിരുക്തം എന്ന് പറയുന്നത് ശ്രോത്രമായിട്ടും ഛന്ദസ് എന്ന് പറയുന്നത് പാദമായിട്ടും പറയും. കൽപ്പമാണ് എന്തെന്ന് പറയുന്നത്? കൽപ്പം എന്ന് പറയുന്നതാണ് വേദപുരുഷന്റെ ഹസ്തമായിട്ട് പറയുന്നത്. ഓപ്ഷൻ ബി കൽപ്പമാണ് അപ്പോൾ ആൻസർ ആയിട്ട് വരാം. വേദപുരുഷസ്യ ഹസ്തോ കഥം ഗണ്യതേ, ഏതാണ്? കൽപ്പമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്ക, അഷ്ടാധ്യായി സൂത്രപാഠേ കതി പാദാഹ സന്ധി. എത്ര പാദങ്ങളുണ്ട് എന്തില്? അഷ്ടാധ്യായി സൂത്രപാഠത്തില് എത്ര പാദങ്ങൾ ഉണ്ടെന്നാ ചോദിച്ചേക്കുന്നത്. എത്ര പാദങ്ങളാണ്? 32 ദ്വാത്രിംശത് പാദങ്ങളാണ് അഷ്ടാധ്യായി സൂത്രപാഠത്തിൽ ഉള്ളത്. അടുത്ത ചോദ്യം നോക്ക്. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജഃ പദ്യമിദം കസ്യ കാവ്യാരംഭേ ദൃശ്യതി. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജഃ പൂർവാപരോ തോയനിധീവഗാഹ്യ സ്ഥിതപൃഥിവ്യാ ഇവ മാനദണ്ഡഃ. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണല്ലേ. ഏത് കാവ്യത്തിന്റെ ആരംഭത്തിൽ, അതായത് ഏത് കാവ്യത്തിന്റെ മംഗള ശ്ലോകമാണിത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നെങ്കിൽ രഘുവംശത്തിന്റെ, അല്ലെങ്കിൽ ശാകുന്തളത്തിന്റെ, മേഘദൂതത്തിന്റെ, കുമാരസംഭവത്തിന്റെ, അല്ലെങ്കിൽ പഞ്ചമഹാകാവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെയൊക്കെ മംഗള ശ്ലോകങ്ങൾ ഇതുപോലെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാവ്യങ്ങളുടെയൊക്കെ മംഗള ശ്ലോകം മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് നമുക്കിപ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു തവണ ശാകുന്തളം ചോദിച്ചിട്ടുണ്ട്, നൈഷധീയ ചരിതോ ശിശുപാലവധോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മൾ എല്ലാ കാവ്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാവ്യങ്ങളുടെ മംഗള ശ്ലോകം നോക്കി വെക്കാം. അസ്ത്യുത്തരസ്യ എന്ന് പറയുന്നത് ഏത് കാവ്യത്തിന്റെ മംഗള ശ്ലോകമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏത് കാവ്യത്തിന്റെയാണ്? രഘുവംശത്തിന്റെ ആണോ, നൈഷധീയ ചരിതത്തിന്റെ ആണോ, ശിശുപാലവധത്തിന്റെ ആണോ, കുമാരസംഭവത്തിന്റെ ആണോ? ഏതിൻ്റെതാണ്? കുമാരസംഭവത്തിന്റെ മംഗള ശ്ലോകമാണ് എന്തെന്ന് പറയുന്നത്? അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരോ തോയനിധീവഗാഹ്യ സ്ഥിതപൃഥിവ്യാ ഇവ മാനദണ്ഡഃ എന്ന് പറയുന്നത്. അടുത്ത നോക്ക്. കതി പുരാണാനി സന്തി. ഷോഡശ, സപ്തദശ, അഷ്ടാദശ, നവദശ. എത്ര പുരാണങ്ങളാണുള്ളത്? അഷ്ടാദശ പുരാണാനി സന്തി. അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്ക്. ആംഗല സാമ്രാജ്യം ഇതി ഗ്രന്ഥഃ കസ്മിൻ കാവ്യ വിഭാഗേ അന്തർഭവതി. ആംഗല സാമ്രാജ്യം എന്ന് പറയുന്നത് ഇതും റിപ്പീറ്റഡ് ആണ് കേട്ടോ. ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന കാവ്യം ഏത് കാവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? സന്ദേശകാവ്യമാണോ, ചരിത്രകാവ്യമാണോ, സ്തോത്രകാവ്യമാണോ, മഹാകാവ്യമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ആംഗല സാമ്രാജ്യം എന്ന് പറയുന്നത് ചരിത്രകാവ്യത്തിൽ ഉൾപ്പെടുന്ന എന്താണ്? കാവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആംഗല സാമ്രാജ്യം എന്ന് പറയുന്നത് ചരിത്രകാവ്യത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ആംഗല സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു മഹാകാവ്യമായിട്ടും പറയാറുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ്, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും പറയാൻ കഴിയും അല്ലെ. ഓപ്ഷൻ ബിയും ഡിയും പറയും. അതുകൊണ്ട് ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇത് അറിഞ്ഞിരിക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏതെങ്കിലും കാവ്യം തന്നിട്ട് അത് ഏത് കാവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പം ആംഗല സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു ചരിത്രകാവ്യമാണ്. അതുപോലെ തന്നെ മഹാകാവ്യമായിട്ട് നമ്മൾ പറയാറുള്ളൊരു കാവ്യമാണ്. അടുത്ത നോക്ക്. മധ്യലഘുഹു കഹ ഗണഃ. മധ്യലഘു എന്ന് പറയുന്നത് ഏത് ഗണമാണ് എന്നാ ചോദിച്ചേക്കും. ഉറപ്പായിട്ടും ചോദിക്കും. 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന്. അതായത് നമുക്ക് ഗണവിവേചനം അല്ലെങ്കിൽ ഗണങ്ങൾ തിരിക്കാനുള്ളത് ഒരു പാർട്ടായിട്ട് തന്നെ പ്രത്യേകം വൃത്തത്തിന്റെ ആ ഏരിയയിൽ വരുന്നുണ്ട്. 5 ചോദ്യങ്ങൾ വൃത്തത്തിൽ നിന്ന് ഉണ്ടാവും. അതിൽ 2 ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇതിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 8 ഗണങ്ങളുണ്ട് അല്ലേ. നമുക്കൊന്ന് വേഗം അതൊന്ന് പറഞ്ഞു പോവാം. ഭ, ജ, സ, അതുപോലെ തന്നെ യ, ര, ത, പിന്നെ മഗണ, നഗണ. ഇങ്ങനെ 8 ഗണങ്ങളുണ്ട്. ഇതിൽ ഭഗണം എന്ന് പറയുന്നത് എന്താണ്? ആദി ഗുരു, ബാക്കി 2 ലഘു. ഗുരു ലഘു ഒക്കെ എല്ലാവർക്കും അറിയാലോ. ആദ്യത്തെ അക്ഷരം ഗുരു ആയിരിക്കും. 3 അക്ഷരങ്ങൾ ചേരുമ്പോഴല്ലേ ഒരു ഗണം ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തെ അക്ഷരം ഗുരുവായിരിക്കും, ബാക്കി 2 ലഘുവായിരിക്കും. ജഗണാവുമ്പോഴോ മധ്യത്തിലത് ഗുരുവായിരിക്കും, ബാക്കി 2 ലഘുവായിരിക്കും. സഗണാവുമ്പോഴോ അന്ത്യത്തിലത് ഗുരുവായിരിക്കും, ബാക്കി 2 ലഘുവായിരിക്കും. ഗുരു മാറി മാറി വരായിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടാവും ഭജസയില്. ഗരുത ആവുമ്പോൾ ഈ ഗുരു മാറുന്നതിന് പകരം ലഘു മാറും. അതായത് യഗണം എന്ന് പറയുമ്പോൾ ലഘു
ആദ്യത്തിൽ അക്ഷരമായിട്ട് വരും, ബാക്കി രണ്ടും ഗുരുവായിരിക്കും. രഗണ ആവുമ്പോഴോ ലഘു രണ്ടാമത്തെ അക്ഷരമായിട്ട് വരും, ബാക്കി രണ്ടും ഗുരുവായിരിക്കും. തഗണ ആവുമ്പോൾ അന്ത്യത്തിൽ ലഘു വരും, ബാക്കി രണ്ടും ഗുരുവായിരിക്കും. ഇനി മഗണാണെങ്കിൽ എല്ലാം ഗുരുവായിരിക്കും, നഗണാവുമ്പോൾ എല്ലാം ലഘുവായിരിക്കും. ഇതാണ് ഗണങ്ങൾ തിരിക്കുന്നത്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് ആദ്യ ഗുരു ഏത് ഗണാണ് അല്ലെങ്കിൽ അന്ത്യഗുരു ഏത് ഗണാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? മധ്യലഘു കഹാ ഗണഹ എന്ന് ചോദിച്ചിരിക്കുന്നത്. മധ്യലഘു ഏത് ഗണമാണ്? ഇവിടെ മധ്യലഘു ഏത് ഗണാണെന്നാണ് നമ്മൾ പഠിച്ചത്? ലഘു മധ്യത്തിൽ വരുന്നത് രഗണമാണ്. മധ്യലഘു എന്ന് പറയുന്നത് രഗണാണ്. ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആയിട്ടാണ് രഗണം തന്നേക്കുന്നത്. രഗണ, ജഗണ, സഗണ, തഗണ 4 ഗണങ്ങളെ തന്നേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പുഷ്പമാലാനുശങ്കേണ സൂത്രം ശിരസി ധാര്യതേ കസ്യ അലങ്കാരസ്യ ഉദാഹരണം ഇത്. പുഷ്പമാലാനുശങ്കേണ സൂത്രം ശിരസി ധാര്യതേ. ഇത് ഏത് അലങ്കാരത്തിന്റെ ഉദാഹരണമാണ്? എന്താണ്? പുഷ്പമാലാനുശങ്കേണ, പുഷ്പമാലയുടെ കൂടെ കൂടി ആ നൂലും നമ്മുടെ ശിരസിൽ ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നൂലിനും അതേ പ്രാധാന്യം തന്നെ കിട്ടുന്നു എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗുണവത് വസ്തു സംസർഗാദ്യാതി സ്വൽപ്പോപി ഗൗരവം പുഷ്പമാലാനുശങ്കേണ സൂത്രം ശിരസി ധാര്യതേ. എന്തായിരുന്നു? ഗുണമുള്ള വസ്തുക്കളുടെ കൂടെ കൂടി സ്വല്പമായിട്ടുള്ള വസ്തുക്കൾക്കും അതേ ഗൗരവം തന്നെ കിട്ടുന്നു. പുഷ്പമാലയോടൊപ്പം ചേർന്നിട്ട് നൂലിനും അതേ പ്രാധാന്യം തന്നെ, നൂലും തലയിൽ ധരിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഉദാഹരണം പറയുന്നത് എവിടെയായിരുന്നു? അർത്ഥാന്തരന്യാസ അലങ്കാരത്തിലായിരുന്നു. അർത്ഥാന്തരന്യാസത്തിൽ തന്നെ 2 ടൈപ്പ് പറഞ്ഞു. സാമാന്യം പറഞ്ഞുകൊണ്ട് വിശേഷത്തെ സമർത്ഥിക്കുന്നതും വിശേഷം പറഞ്ഞുകൊണ്ട് സാമാന്യത്തെ സമർത്ഥിക്കുന്നതും. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഗുണവത് വസ്തു സംസർഗാദ്യാതി സ്വൽപ്പോപി ഗൗരവം എന്ന് പറയുന്നത് സാമാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയാൻ വേണ്ടി വിശേഷമായിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് അവിടെ സമർത്ഥിക്കുകയാണ്. വിശേഷേണ സാമാന്യ സമർത്ഥന രൂപം അർത്ഥാന്തരന്യാസമാണ് ഇവിടെ ഉദാഹരണമായിട്ട് വന്നേക്കുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. എന്താ കൊടുത്തേക്കുന്നത്? കാവ്യലിംഗം, രൂപകം, ഉല്ലേഖം, അർത്ഥാന്തരന്യാസം. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി അർത്ഥാന്തരന്യാസമായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ചില സമയത്ത് വിശേഷേണ സാമാന്യ സമർത്ഥനം എന്നും സാമാന്യേന വിശേഷ സമർത്ഥനം എന്നും എടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല, അർത്ഥാന്തരന്യാസം എന്ന് തന്നെ തന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അർത്ഥാന്തരന്യാസാണ് വരിക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ ആയിരിക്കും ചോദ്യങ്ങൾ വരാം. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ CCയിൽ കേട്ടിട്ട് സംസ്കൃതം കാറ്റഗറി 4ന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസും ഡെയിലി ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. താങ്ക്